എത്ര പഠിപ്പിച്ചിട്ടും അറബി അക്ഷരം തലയിൽ കയറാത്ത മക്കളെ ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടാറുണ്ടോ? എങ്കിൽ ഒരു സംശയവുമില്ല, വളരെ എളുപ്പത്തിൽ അവർക്ക് അക്ഷരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള മനോഹരമായ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് കൂട്ടുകാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആപ്ലിക്കേഷനിൽ കാണുന്നത് പോലെ തന്നെ ലേണിംഗ്, ഗസ് ലെറ്റേഴ്സ്, മെമ്മറൈസ് ലെറ്റേഴ്സ്, റാൻഡം ലെറ്റേഴ്സ്, ഹിജായിയ സോങ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട്. ഇതിൽ നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്തു വെച്ചാൽ റീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കുന്നതായി കേൾക്കാം. ഇനി മേലെ ഭാഗത്ത് റൈറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അക്ഷരങ്ങളെ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന രൂപത്തിലേക്ക് മാറുന്നു. അലിഫ് എന്ന അക്ഷരത്തിൻ്റെ എഴുതാനുള്ള സ്ട്രോക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യമായി ആരോ മാർക്ക് കൊടുത്ത് രേഖപ്പെടുത്തിയതിനാൽ അക്ഷരത്തെറ്റില്ലാതെ ഓരോ കുട്ടിക്കും ഇതേപോലെ തന്നെ കൃത്യമായി വരക്കാനുള്ള അവസരമുണ്ട്. മേലെ ഭാഗത്ത് 2 നിറത്തിൽ കാണുന്ന റബ്ബർ ഉപയോഗിച്ച് നമുക്കിത് മയക്കുകയും വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കുട്ടികൾക്ക് അക്ഷരത്തിൻ്റെ രീതി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും നല്ല വിദ്യയാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഏറെ ഉപകാരപ്രദമായ മറ്റൊരു സംഗതി, കുട്ടികൾ വൈസ് വേർഷനിൽ ഇങ്ങനെ എഴുതുമ്പോൾ അത് തെറ്റ് എന്നിവിടെ കാണിക്കുന്നില്ല, മറിച്ച് അതങ്ങനെയല്ല എഴുതേണ്ടത് എന്ന ആരോ മാർക്ക് സിഗ്നൽ ഇവിടെ കൊടുക്കുന്നു എന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് അധ്യാപകർക്ക് പ്രത്യേകിച്ചും രക്ഷിതാക്കൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. നോക്കൂ, ഈ അക്ഷരം എഴുതി കഴിഞ്ഞ് നമ്മൾ റീഡ് എന്ന ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി റീഡായി കിട്ടുന്നതായി നമുക്ക് കാണാം. വ്യക്തതയിൽ നല്ല ക്ലിയർ ആയിട്ട് അത് ഉച്ചരിക്കുന്നു എന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഹോമിലേക്ക് തിരിച്ചു പോയാൽ നമുക്ക് ഗസ് ലെറ്റേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അവിടെ എന്തൊക്കെ ഓപ്ഷനാണ് ഉള്ളത് എന്ന് കാണാം. ഇവിടെ കാണുന്നത് പോലെ ഉച്ചരിക്കുന്ന അക്ഷരം ഏതാണ് എന്ന് കണ്ടെത്തുകയും ആ അക്ഷരത്തെ ടച്ച് ചെയ്യുകയുമാണ് വേണ്ടത്. അടുത്തത് മെമ്മറൈസ് ലെറ്റേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആദ്യം 2 ലെറ്റേഴ്സുകളെ ടച്ച് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഖാഫ്, ദാദ്, കണ്ടില്ലേ? ഇതുപോലെ ടച്ച് ഈ 2 അക്ഷരങ്ങൾ ഉച്ചരിച്ച് വരുമ്പോൾ നമ്മളത് കണ്ടെത്തി തൊട്ടു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ അക്ഷരങ്ങളെ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് മെമ്മറൈസ് ലെറ്റേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കൃത്യമായ റൂട്ട് അവർ കാണിച്ചു തരുന്നത് പോലെ മുന്നോട്ട് പോയാൽ മാത്രം മതി. ഈ ഉച്ചരിക്കപ്പെട്ട 2 അക്ഷരങ്ങളും ഏത് എന്നതാണ് ചോദ്യം. ഉച്ചരിച്ച അക്ഷരത്തെ നമ്മൾ തൊട്ട് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വ്യത്യസ്തമായ അക്ഷരങ്ങൾക്ക് ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് നോക്കി ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവുന്നതാണ്. ഇനി അടുത്തത് ഹിജായിയ അക്ഷരങ്ങളുടെ പാട്ടുകളാണ്. മനോഹരമായ അക്ഷരങ്ങൾ പഠിക്കുന്നതിനുള്ള വ്യത്യസ്തമായ പാട്ടുകളാണ്. ഇത് വേണമെങ്കിൽ ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് വലിയ ശബ്ദത്തിൽ നമ്മുടെ പ്രൊജക്ടർ ഉപയോഗിച്ച് ചെയ്യാവുന്നതുമാണ്. കുട്ടികൾക്ക് ഹൃദ്യവും മനോഹരവുമായ അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത്. അടുത്തത് അസ്മാഉൽ ഹുസ്ന എന്ന ഭാഗത്ത് അള്ളാഹുവിൻ്റെ 99 പേരുകളെയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളും കൃത്യമായ മനോഹരമായ ഉച്ചാരണത്തോടുകൂടെ പഠിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുമല്ലോ. ഈ സോങ്ങാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. കാരണം അറബി അക്ഷരങ്ങളെക്കുറിച്ചുള്ള ആ പാട്ട് കൃത്യമായി മനസ്സിലാക്കാൻ വളരെ എളുപ്പവുമാണ്. ഇത് ഏറെ ഉപയോഗപ്രദമായ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുകൂടെ സൂചിപ്പിക്കേണ്ടതുണ്ടല്ലോ. പ്ലേ സ്റ്റോറിൽ നമ്മൾ അടിക്കേണ്ടത് ലേണിംഗ്
ഹിജായിയ എന്നടിച്ചു കൊടുക്കുമ്പോൾ വരുന്ന ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള നിർദ്ദേശങ്ങൾ കണ്ടു മനസ്സിലാക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നത്. ഈ കാണുന്ന രൂപത്തിൽ ഏത് ഐക്കണാണോ ഉള്ളത് അത് തന്നെ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഈ രൂപത്തിൽ ലേണിംഗ് ഹിജായിയ എന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഐക്കണിൽ ഒരു ആപ്ലിക്കേഷൻ വന്നതായി കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജാഫർ മണിമല.